ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷനകത്ത് ഫുൾ എന്താണ് ഡെറിവേറ്റീവ്സ് മാത്രം, ഒരു ഫംഗ്ഷനും അതിൻ്റെ ഫംഗ്ഷന് ഡെറിവേറ്റീവ്സ് മാത്രം വരികയാണെങ്കിൽ ആ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. രണ്ട് തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും അതുപോലെ തന്നെ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മളിപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള രണ്ട് പേരാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇക്വേഷൻ്റെ ഡിഗ്രിയിൽ, അതായത് ഒരു ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് ഡിഗ്രിയിൽ വരുന്ന വേരിയബിൾസിന് ഹയസ്റ്റ് ഡിഗ്രി എന്തുമായിരിക്കും? 1 ആയിരിക്കും. അതിൽ മുകളിലോട്ട് വരത്തില്ല. അത് തന്നെ ഇവിടെ പറയാനുള്ളൂ. എന്താണ് നിങ്ങളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിങ്ങളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് എന്ത് വന്നാലും എന്താവത്തില്ല, അത് 2ൽ കൂടുതൽ, അത് 1ൽ കൂടുതൽ, 1 ആയിരിക്കും ഏറ്റവും വരാവുന്ന ഹയസ്റ്റ് ഡിഗ്രി. അതിൽ മുകളിലോട്ട് പോകത്തില്ല. അതായത് നോക്കാം എന്താണെന്നുള്ളത്. A differential equation that is defined by a linear polynomial in the unknown function and its derivative. നമ്മുടെ unknown function എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണ്ടുപിടിക്കാനുള്ളത് ആരാണത്? വൈയുടെ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത്? dy/dx, d²y/dx², അങ്ങനെ. അപ്പോൾ അതിൽ ഡെറിവേറ്റീവ്സിലും ആ ഫംഗ്ഷനിലും എന്തായിരിക്കണം? ലീനിയാരിറ്റി കീപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അവരുടെ പവേഴ്സ് ഒരിക്കലും എന്താണ്? 1ൽ കൂടാൻ പാടില്ല. അതായത് നോക്കാം, ഈ ഇക്വേഷൻ എപ്പോഴും എങ്ങനത്തെ ഫോമിലായിരിക്കണം ഇരിക്കേണ്ടത്? dy/dx ഈക്വൽ ടു എങ്ങനെ ആയിരിക്കണം? dy/dx പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോമിലായിരിക്കണം. വേർ പി ആൻഡ് ക്യൂ ആർ എന്താണ്? ഫങ്ഷൻസ് ഓഫ് എക്സ് ആയിരിക്കണം. പിയും ക്യൂ എന്ന് ഒക്കെ പറയുന്നത് എക്സിൻ്റെ ഒരു ഫോം. ഒരു എക്സാമ്പിൾ എഴുതാണെങ്കിൽ ഇതാ നോക്കിക്കോ, ഇവിടെ y ഡാഷ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു സൈൻ എക്സ് അല്ലേ? നോക്കി, ഇവിടുത്തെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഈ ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു സൈൻ എക്സ്. ഇത് ലീനിയർ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എന്താണ്? നമുക്ക് ലീനിയാരിറ്റിയിൽ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്? വൈയും അതിൻ്റെ ഡെറിവേറ്റീവ്സിലും എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഹയസ്റ്റ് പവർ 1 ആയിരിക്കണം. അതിനപ്പുറം പോകാൻ പാടില്ല. നോക്കിക്കോ, വൈ ആൻഡ് വൈ ഡാഷിലെല്ലാം എന്ത് തന്നെയാണ്? സെയിം അല്ലേ വന്നത്? ദ ഹയസ്റ്റ് പവർ 1 ആണ് മാക്സിമം പോയാൽ തന്നെ. അപ്പോൾ ഇനി നോക്കി, ഈ ഒരു ഫോർമാറ്റുമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് നോക്കി. വൈ ഡാഷ് dy/dx എന്ന് പറയുന്നതാണ് വൈ ഡാഷ് പ്ലസ് എന്താണെന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് വൈ. നമ്മുടെ പി ഓഫ് എക്സ് ആരാണ്? ഈ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആൻഡ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ എക്സ് എന്നുള്ള രീതിയിലാണ്. വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ്. ഈ ഫോമിൽ എഴുതുന്നവരാണല്ലോ നമ്മളുടെ എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ പിയും ക്യൂ ആരാണെന്നാണ് പറഞ്ഞത്? ഫങ്ഷൻസ് ഓഫ് എക്സ്. നോക്കിക്കോ, ഇവിടെ വന്ന പി എന്ന് പറയുന്നത് 2 ആണ്, ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സും ആണ്. ഇവ രണ്ടുപേരും എന്താണ്? ഇത് ഒന്ന് കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് ആണ്, ഒന്ന് കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ, ഒന്ന് സൈൻ എക്സ്. രണ്ടും എന്താണ്? എക്സിലുള്ള ഫങ്ഷൻസ് തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അടുത്തൊരു എക്സാമ്പിൾ നോക്കി, വൈ ഡാഷ് പ്ലസ് എക്സ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഇതും എന്ത് തന്നെയാണ്? ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. വേർ പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത്, പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സും ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ്. വേറെ ഇക്വേഷൻ നോക്കാം, വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു 0. ഇതിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് -1ഉം ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഫസ്റ്റ് എന്ത് നോക്കിയാൽ മതി? നിങ്ങളുടെ ഫംഗ്ഷൻ, അതായത് വൈയും അൺനോൺ ഫംഗ്ഷനായ വൈയും അതുപോലെ അതിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ മാക്സിമം പവർ എത്ര ആയിരിക്കണം? 1. അതായത് അവർ ലീനിയർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അടുത്തത്, അപ്പോൾ നോൺ ലീനിയർ. നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നോൺ ലീനിയർ. ആ പേരിൽ തന്നെ ലീനിയർ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ലീനിയർ അല്ലാത്ത ഇക്വേഷൻസ് ആയിരിക്കും എന്ന് പറയുന്നത് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നോക്കാം, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഇസ് നോട്ട് ലീനിയർ, അതാണ് എന്തെന്ന് പറയുന്നത്? നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ എക്സാമ്പിൾ നോക്കി. വൈ ഡാഷ് ഈക്വൽ ടു വൈ സ്ക്വയർ. നോക്കിയോ, നമ്മൾ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്? വൈയും അതിൻ്റെ ഡെറിവേറ്റീവ്സിലും എന്താണെന്ന്? ലീനിയാരിറ്റി ഹയസ്റ്റ് ഡിഗ്രി 1 വരാവുള്ളൂ, ഹയസ്റ്റ് പവർ 1 വരാവുള്ളൂ. പക്ഷെ ഇവിടെ നോക്കിയോ, വൈൻ്റെ പവർ എന്താണ് വരുന്നത്? ഇവിടെ തന്നെ വൈ ഡാഷ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് എഴുതുമ്പോഴത്തേക്ക് വൈയുടെ പവർ എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത് അല്ലേ? 1നേക്കാളും കൂടുതലല്ല. അപ്പോൾ അവിടെ തന്നെ എന്താണെന്ന് നമുക്ക് പറയാം?
ലീനിയാരിറ്റി പോസിബിൾ അല്ല. അപ്പം ലീനിയർ അല്ലാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ എന്താണെന്ന് പറയുന്നത് നോൺ ലീനിയർ എന്ന്. വേറെ ഇക്വേഷൻ നോക്കിയോ, y ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ വൈ, അതും എന്ത് തന്നെയാണ്, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഇനി നോക്കിക്കോ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഹോമോജീനിയസ് ഇക്വേഷൻ. നമ്മളിപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എഴുതിയത് എന്തായിരുന്നു, നമ്മൾ എഴുതിയത് y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ്, ഇങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയത് അല്ലേ. ഇങ്ങനെ എഴുതിയപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ്, അതായത് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണല്ലോ റൈറ്റ് സൈഡിലുള്ള, അത് 0 ആവുകയാണെങ്കിൽ, അതായത് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ നിങ്ങളുടെ ഇക്വേഷൻ എന്താണെന്ന് പറയാം, ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ, ലീനിയർ പ്ലസ് ഹോമോജീനിയസ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ഒരു ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആണോ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് നോക്കുക, അതെന്താണ് ഈക്വൽ ടു 0 എന്നാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഫംഗ്ഷൻ y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്നുള്ളിടത്ത് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, അത് ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ. നോക്കാം അതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം, എങ്ങനത്തെ ഫോമിലാണ്, y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 വേർ എക്സ് ബിലോങ്സ് ടു എ സബ്സെറ്റ് ഓഫ് ആർ. എ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഫംഗ്ഷൻ്റെ ഡൊമൈൻ. y എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ആറിൻ്റെ ഒരു സബ്സെറ്റിൽ നിന്നും വരുന്ന ഒരു സെറ്റ്, എക്സ് ബിലോങ്സ് ടു, അതാണ് ഉദ്ദേശിച്ചത്, എക്സ് ബിലോങ്സ് ടു എ സബ്സെറ്റ് ഓഫ് ആർ. എ എന്ന് പറയുന്നത് ആരാണ്, ആറിൻ്റെ സബ്സെറ്റ്, അതായത് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ആരാണ്, റിയൽ നമ്പേഴ്സ് ആണെന്ന്. വേർ പി ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ആണ്, അത് തന്നെ എന്താണ് പറയേണ്ടത്, നമ്മളുടെ തൊട്ട് മുന്നേ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലായിരുന്നു, y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. അതിൽ ഇത് 0 ആവുകയും അതുപോലെ തന്നെ ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താവുകയായിരിക്കണം, കണ്ടിന്യൂസ്. ആ ഒരു വാക്ക് നമുക്ക് വളരെ അത്യാവശ്യമാണ്, കണ്ടിന്യൂസ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം ഓൺ ദിസ് ഡൊമൈൻ എ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നിങ്ങളുടെ ഇക്വേഷൻ ഹോമോജീനിയസ്. അപ്പോൾ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ റൈറ്റ് സൈഡ് ഈക്വൽ ടു 0 ആണോ നോക്കാം. അപ്പോൾ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്തായിരിക്കും, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നോൺ 0 തന്നെ ആയിരിക്കണം. അപ്പോൾ നോക്കാം എന്താണ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. ആൻഡ് ഇക്വേഷൻ ഓഫ് ദ ഫോം y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ആൻഡ് വേർ ക്യൂ ഓഫ് എക്സ് എന്താണ്, നോട്ട് ഈക്വൽ ടു 0 എന്നുണ്ട് കണ്ടീഷനുണ്ട്, ഫോർ എക്സ് ബിലോങ്സ് ടു എ സബ്സെറ്റ് ഓഫ് ആർ, വേർ പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ആർ കണ്ടിന്യൂസ് ഓൺ എ സബ്സെറ്റ് ഓഫ്. ഇവർ രണ്ടുപേരും എന്താണ്, രണ്ടുപേരും കണ്ടിന്യൂസ് ഓൺ ആർ ആയിരിക്കണം. ഇങ്ങനെ എഴുതുന്നത്, അതായത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണോ ഹോമോജീനിയസ് അഥവാ നോൺ ഹോമോജീനിയസ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, കാരണം ആ ക്യൂ ഓഫ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്യൂ ഓഫ് എക്സ് 0 ആവുകയാണെങ്കിൽ നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതുന്നതാണ്. അതിൽ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും കണ്ടിന്യൂസ് ആയിരിക്കണമെന്ന്. ക്യൂ ഓഫ് എക്സ് 0 ആയാലും ആ ഇക്വേഷൻ കണ്ടിന്യൂസ് തന്നെ, അപ്പോൾ അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഈക്വൽ ടു 0 ആകുമ്പോൾ എടുത്തു പറയേണ്ട കണ്ടീഷൻ എന്താണ്, ലീനിയർ എന്ന് പറയുന്നത്, ലീനിയർ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസും കൂടെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ക്യൂ ഓഫ് എക്സ് 0 അല്ല എങ്കിൽ അതെന്താണെന്ന് പറയാം, ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ അതെന്തായിരിക്കും, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കിക്കോ. y ഡാഷ് പ്ലസ് എക്സ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. y ഡാഷ് പ്ലസ് എക്സ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. കാരണം ഇതെന്താണ്, ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ, കാരണം നമുക്ക് ഒറ്റയടിക്ക് പറയാം ആ ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി ഇതിനകത്ത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ്, അതുപോലെ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ്, ഇവർ രണ്ടുപേരും എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇനി ഇതിൽ ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ, ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസ് നോക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളിത് റൈറ്റ് സൈഡ് നോക്കുക, അതെന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ അതെന്താണ്, നമുക്ക് എന്ത് പറയാം, ഇത് നോൺ ഹോമോജീനിയസ് ആണെന്ന് പറയാൻ പറ്റും, ഇത് നോൺ ഹോമോജീനിയസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി y ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു 0, ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, ആണ്. കാരണം ഇവിടുത്തെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 ആണ് വരുന്നത്, ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അവർ രണ്ടുപേരും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതിന് റൈറ്റ് സൈഡിനെ ഡിപ്പെൻഡ് ചെയ്യും ഹോമോജീനിയസ് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടി. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 0 വരുന്നതുകൊണ്ട് ഇതെന്താണ്, ഹോമോജീനിയസ് ഇക്വേഷൻ. ഇനി നോക്കിയേ,
വൈ ഡാഷ് മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഇതെന്താണ്, ഹോമോജീനിയസ് ആണോ അല്ലയോ? വൈ ഡാഷ് മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. വൈ ഡാഷ് മൈനസ് വൈ സ്ക്വയർ നമുക്ക് വൈ ഡാഷ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? നമ്മളുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് വൈ ഡാഷ്, അല്ലെങ്കിൽ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്നാണ്. ഈ രീതിയിൽ ഇതിപ്പോൾ എന്താണ്, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. പ്ലസ് ഇത് എന്തും കൂടെ ആണ്, ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ഈക്വൽ ടു 0. ഇവിടുത്തെ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരായിട്ടാണ് വരുന്നത്, വൈ സ്ക്വയറിൻ്റെ ഇതാണ് വരുന്നത്. സോ ഇതെന്താണ്, നോൺ ഹോമോജീനിയസ് ആണ്. നെക്സ്റ്റ് നോക്കാം എങ്ങനെയാണ് നമ്മളൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്നുള്ളത്. എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 1 ആയിരിക്കണം. ഓർഡർ എന്താണെന്ന് അറിയാലോ, ആ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഓർഡർ. അതായത് ഇപ്പം വൈ ഡബിൾ ഡാഷ് പ്ലസ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു, വൈ ഡബിൾ ഡാഷ് പ്ലസ് 2x വൈ ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്ത് വൈ ഡാഷ് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്, അതായത് എത്ര തവണയാണ് ഏറ്റവും കൂടുതൽ തവണ ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത് എത്രയാണ്, 2 ടൈംസ് ആണ് മാക്സിമം ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത് അല്ലേ? സോ അതുകൊണ്ട് 2 ആണ് ഇതിനെ ഓർഡർ എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ മാത്രമേ ഇപ്പോൾ നോക്കുന്നുള്ളൂ, അതായത് ഓർഡർ 1 ആയിട്ടുള്ള ഇക്വേഷൻ, അതായത് എന്താ വൈ ഡാഷ് എന്നുള്ളത് വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അവരുടെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, സൊല്യൂഷൻ ഓഫ് FODE എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ്, ഇതിനെ തന്നെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഷോർട്ട് ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡാണ്, ഒരുപാട് മെത്തേഡ്സിൽ കണ്ടുപിടിക്കുക. അതിൽ ഫസ്റ്റ് ഒരു മെത്തേഡാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിൾസിന് നിങ്ങളുടെ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, എക്സും വൈയും ഒക്കെ ആണെന്ന് നമുക്കറിയാം. ആ വേരിയബിളിനെ എന്താണ് സെപ്പറേറ്റ് ചെയ്യുക, എക്സ് ഉള്ളവരെയെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക, വൈ ഉള്ളവരെയെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ലീനിയർ കേസിലായാലും നോൺ ലീനിയർ കേസിലായാലും ഇതേ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പം പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് കൺവീനിയൻ്റ് ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡ് ഏതാണ്, അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡാഷ് ഈക്വൽ ടു വൈ. വൈ ഡാഷിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഓക്കെ, വൈ ഡാഷ് ഈക്വൽ ടു വൈ. വൈ ഡാഷ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ വൈ ഡാഷിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, വൈ ഡാഷിന് പകരം എന്ത് കൊടുക്കാം, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ബാക്കി എന്താണെന്ന് എഴുതാം, വൈ എന്ന് എഴുതാം. ഇനി നമ്മുടെ വേരിയബിൾ സെപ്പറബിൾ ഫോം നമ്മൾ പറഞ്ഞ എന്താണ്, എക്സ് ഉള്ളവരെല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകാം, വൈ ഉള്ളവരെല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വൈയെ ഇപ്പുറത്ത് ആരൊക്കെ, വൈയുടെ ടേംസ് എന്തൊക്കെയാണ്, ഡി വൈയും വൈയും ആണുള്ളത് അല്ലേ? അപ്പോൾ ഈ ഡി വൈയും വൈനെയും കൂടെ എന്താണ് ഒരു സൈഡിൽ കൊണ്ടുപോകും. ഡി വൈ ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പോൾ അതിനെ വൈനെയും കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഡി വൈ ബൈ വൈ. പിന്നെ ഇനി ആരുണ്ട്, ഇവിടെ ഒരു ഡി എക്സ് അധികമായിട്ട് കിടപ്പുണ്ട് അല്ലേ, ആ ഡി എക്സിനെയും കൂടെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ ഡി വൈ ബൈ വൈ ഇസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. അത് വൈയുടെ ടേംസിൻ്റെ ഒരു സൈഡിലും എക്സിൻ്റെ ടേംസിൻ്റെ വേറെ സൈഡിലും ആക്കി. ഇനി നോക്കി രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് കൊണ്ട് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ്. രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യും. 1 ബൈ വൈ ഡി വൈയുടെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ നമുക്കറിയാം എന്താണ്, ലോഗ് വൈ. അതുപോലെ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ നമുക്കറിയാം എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് എന്താണ്, സി എന്ന് വരും. ഇനിയും ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, ലോഗ് എടുക്കുക. അപ്പോൾ ലോഗ് എടുക്കുമ്പോൾ എന്താ വരുന്നത്, വൈ എന്നാവും ഇവിടെ എടുക്കുമ്പോൾ. ത്രൂ ഔട്ട് ലോഗ് എടുക്കുക എന്നല്ല, ഇ പവർ എടുക്കുക. ത്രൂ ഔട്ട് അതായത് ഇവിടെ ഇ ഉണ്ട് കേട്ടോ, ഇ പവർ വൈ എന്നല്ല, ഇ ഇല്ല, ഇവിടെ വൈ എന്നാണേ. അപ്പം വൈ ഈക്വൽ ടു എന്ത് വരും, നമുക്ക് ത്രൂ ഔട്ട് ഇ പവർ എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോഴത്തേക്ക് ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് വരും. എക്സ് പ്ലസ് സി മുകളിൽ തന്നെ. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഈ ഇക്വേഷന് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു സി എന്ന് എഴുതാം. ഇ റേസ് ടു സി എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് ടേം നമ്മളൊരു ക്യാപിറ്റൽ സി എന്ന് കൊടുത്താൽ നമുക്കെന്ത് വേണേൽ ഒരു C1 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സം C1 എന്ന് വരും. അപ്പോൾ ഈ കിട്ടിയത് നമുക്കിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തായിരുന്നു, നമ്മൾ വൈ ഡാഷ് ഈക്വൽ ടു വൈ എന്നുള്ളത് എഴുതി. വൈ ഡാഷ് ഈക്വൽ ടു വൈ എന്നുള്ളതായിരുന്നു നമ്മൾ എഴുതിയത്. വൈ ഡാഷ് ഈക്വൽ ടു വൈക്ക് നമ്മൾ സൊല്യൂഷൻ എവിടം വരെ കണ്ടുപിടിച്ചപ്പോൾ വൈ ഈക്വൽ ടു എന്നുള്ളത് കണ്ടുപിടിച്ചു. വൈ ഈക്വൽ ടു
ഇ റേസ് ടു എക്സ് ഇൻറ്റു സി. അതിനെ എങ്ങനെ എഴുതാം? y ഈക്വൾ ടു സി ഇ റേസ് ടു എക്സ് എന്ന് ഓർഡറിൽ എഴുതാമല്ലോ. അപ്പം ഒന്ന് തിരിച്ചെഴുതിയതേ ഉള്ളൂ. y ഈക്വൾ ടു സി ഇ റേസ് ടു എക്സ് എന്ന് എഴുതാമല്ലോ. അപ്പം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? y ഡാഷ് ഈക്വൽ ടു y എന്നായിരുന്നു. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇതെന്താണ്? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ? ഇതിൻ്റെ ഓർഡർ എന്താണ്? 1 ആണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വൈയുടെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൈയുടെ വില എന്താണ് ഇപ്പോൾ കിട്ടിയത്? സി ഇ റേസ് ടു എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. y ഡാഷ് ഈക്വൽ ടു വൈ സ്ക്വയർ. ഇത് എന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷനായത്? ഇതിൻ്റെ ഓർഡർ എത്രയാണ്? ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ആണല്ലോ. കാരണം ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഓർഡർ എത്രയാണ്? 1 ആണ്. എത്ര തവണയാണ് ഇവിടെ ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്? മാക്സിമം 1 ഒരു തവണ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഓർഡർ 1. ഇനി നമുക്ക് എന്ത് പറയാം? ഇത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? ഇതിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വൈയുടെ പവർ എന്ന് പറയുന്നത് ഹയർ പവേഴ്സ് വരുന്നുണ്ട്. സോ ഇതെന്താണ്? നോൺ ലീനിയർ ആണ്. അപ്പോൾ നോൺ ലീനിയറും അതുപോലെ ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്തത്? വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈയുടെ ടേംസിനെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക, എക്സിൻ്റെ ടേംസിനെല്ലാം വേറെ സൈഡിൽ കൊണ്ടുവരും. വൈ ഡാഷിന് പകരം എന്ത് എഴുതുക? നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതുക. ഈക്വൽ ടു ബാക്കി അതുപോലെ എന്താ? വൈ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? വൈയുടെ ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരും. അപ്പോൾ ഡി വൈ ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു ഡി എക്സ് എന്ന് വരും. രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? -1/y ഈക്വൽ ടു എന്തോ വരും? എക്സ് പ്ലസ് സി വരുമല്ലോ. 1/y സ്ക്വയർ ഒരു ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ റേസ് ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് വൈ റേസ് ടു -2 ഡി വൈ എന്ന് എഴുതാമല്ലോ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അതേ ഫോർമുല ഇട്ടോട് വരുമ്പോഴാണ് -1/y എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇനി നമുക്ക് വൈയുടെ വിലയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താ? ത്രൂ ഔട്ട് റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൊല്യൂഷൻ എന്തായിട്ട് വരും? y ഈക്വൽ ടു -1/x പ്ലസ് നമുക്ക് വൈയുടെ വിലയല്ലേ വേണ്ടത്. അപ്പോൾ y ഈക്വൽ ടു -1/x പ്ലസ് സി എന്ന് വരും. ഇപ്പം നമ്മൾ ഒരു ലീനിയർ കേസിലുള്ള ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനും കണ്ടുപിടിച്ചു. നോൺ ലീനിയർ കേസിലുള്ള ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഏത് മെത്തേഡ്? യൂസിങ് വേരിയബിൾ സെപ്പറബിൾ ഫോം. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത് എന്താണെന്നുള്ള പേരിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ, അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ഓർഡറിൻ്റെ മാത്രമാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 1 ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈസി മെത്തേഡാണ്. അതായത് വൈയുടെ ടേംസെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക, എക്സിൻ്റെ ടേംസിലെല്ലാം മറ്റൊരു സൈഡിൽ കൊണ്ടുവരിക. എത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വൈയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക യൂസിങ് ഇൻറ്റഗ്രേഷൻ. സാധാരണ കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടിയല്ലേ? ഫസ്റ്റ് ആദ്യത്തെ ലീനിയർ കേസിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് y ഈക്വൽ ടു സി റേസ് ടു എക്സ് എന്ന് കിട്ടി. ഇപ്പം വേറൊന്നും അടുത്തത് സോൾവ് ചെയ്തപ്പോൾ, അതായത് നോൺ ലീനിയർ ഒന്നും സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി y ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 1-1/x പ്ലസ് സി എന്നും കിട്ടി. അപ്പോൾ ഇങ്ങനെ 2 സൊല്യൂഷൻ കിട്ടിയെടുത്തു. നോക്കി, ഇവിടെ സി എന്ന് പറയുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവർ രണ്ടുപേരും അല്ലേ? സി എന്ന് പറയുന്ന വാല്യൂസ് കിട്ടും. നമ്മൾ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് ഇഷ്ടം പോലെ സൊല്യൂഷൻസ് ഇതിന് ഉണ്ടാകാം. അപ്പോൾ ഒരു ഫൈനൈറ്റ് ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കി, ഇനി എന്താ? സൊല്യൂഷൻ ഇൻവോൾവിങ് ആർബിട്രറി കോൺസ്റ്റൻസ് ആർ കാൾഡ് ജനറൽ സൊല്യൂഷൻ. അതായത് ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, y ഈക്വൽ ടു സി ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതും y ഈക്വൽ ടു സി ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് y ഈസ് ഈക്വൽ ടു -1/x പ്ലസ് സി. അതായത് സിക്ക് വാല്യൂ മാറുന്നതനുസരിച്ച് നമുക്ക് എന്താ? ഇഷ്ടം പോലെ സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ ആ ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ഒരു ഇക്വേഷൻസിനകത്തുണ്ട്. ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സീനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സി വാല്യൂസ് ഉള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉള്ള സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ആ സൊല്യൂഷനെ പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. അതായത് ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ആ സൊല്യൂഷനകത്ത് ആർബിട്രറി കോൺസ്റ്റൻസ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. ഇനി സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഒരു കണ്ടീഷനും കൂടി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൂടെ തരികയാണ്. എന്നിട്ട് സിയുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് പറ്റും? സിയുടെ വാല്യൂസും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും?
ആ y ഈക്വൽ ടു ആ കോൺസ്റ്റൻറ്റിന് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് സിയുടെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഇതേ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഇക്വേഷൻ വിത്തൗട്ട് സിക്ക് ഒരു വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമല്ലേ, അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് സി ഇല്ലാത്തൊരു ഇക്വേഷൻ കിട്ടുമല്ലോ. ആ ഇക്വേഷൻസിനെയാണ് ആ കിട്ടുന്നത് സൊല്യൂഷൻ ആയിരിക്കുമല്ലോ. ഈ ഇക്വേഷൻ അത് സിയുടെ ഈ ഒരു എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമുക്ക് തരും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൂടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദാണ്ട് ഇവിടെ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഡാഷ് ഈക്വൽ ടു y എന്ന് പറഞ്ഞത് സോൾവ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കൂടെ ഈ ഒരു ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൂടെ തന്നേക്കോ y ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് എന്തെങ്കിലും ഒരു കണ്ടീഷനും കൂടെ തരുവാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് സിയുടെ വില കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വെക്കാം. അപ്പോൾ ആ സിയുടെ വില കിട്ടുമല്ലോ. ഇപ്പോൾ സി ഈക്വൽ ടു 2 എന്നാണെന്ന് വെച്ചോ കിട്ടിയത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും വരുന്നത്? y ഈസ് ഈക്വൽ ടു 2e⁻x എന്ന് വരും അല്ലേ. അപ്പോൾ ഈ കിട്ടിയ സൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഇക്വേഷനകത്ത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനകത്ത് കോൺസ്റ്റൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജനറൽ സൊല്യൂഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ആ ഇക്വേഷനകത്ത് സിയുടെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ ആ സൊല്യൂഷൻ നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. അപ്പം ആ പേരിൽ തന്നെ ഉണ്ട് പെർട്ടിക്കുലർ എന്ന് പറയുന്നത്. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ആ സൊല്യൂഷൻ ഇരിക്കുന്നത് എന്നാണ് ജനറൽ സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ബാക്കി എക്സിൻ്റെ വാല്യൂസ് വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഒരു രീതിയിൽ എപ്പോഴും y=, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞതെന്ന് y= 2e⁻x എന്നാണെങ്കിൽ ആ 2 അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ 2 അവിടെ ആ ഇക്വേഷൻ നിങ്ങൾ ഏത് സൊല്യൂഷൻ എടുത്താലും ആ 2 അവിടെ അതിൽ എല്ലാ സൊല്യൂഷനിലും കോമൺ ആയിട്ട് കാണും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി y identically 0 is not contained in the general solution. Such solution is called singular solution. എന്താണ് സിംഗുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഇക്വേഷനകത്ത് നിങ്ങൾക്ക് y identically 0 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ല എങ്കിൽ, അതായത് ഇപ്പോൾ ഇതായി ഇവിടോട്ട് നോക്കിക്കോ, എക്സിന് നിങ്ങൾ ഏത് വാല്യൂ കൊടുത്തു നോക്കിയോ, എക്സിന് ഇപ്പോൾ 0 കൊടുത്തെന്ന് വെച്ചോ, ഇപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടിയതാണ് y ഈക്വൽ ടു ഞാൻ ഇപ്പോൾ പറഞ്ഞത് 2e⁻x എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ എക്സിന് ഇപ്പോൾ 0 കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വാല്യൂസ് എന്താ വരുന്നത്? y = 2 × e⁻x ന് 0 കൊടുക്കുമ്പോൾ ഇതെന്തുവാകും? 2 എന്നാവും. y = 2 എന്നാവും ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ y = 2. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് വന്നാലും എന്താണ് 0 എന്ന് പറയുന്ന സൊല്യൂഷൻ അതിന് വരുന്നില്ല. y = 0 എന്ന് പറയുന്ന സൊല്യൂഷനേ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷന് അങ്ങനെയുള്ള സൊല്യൂഷൻ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എന്താണെന്ന് പറയാം? അതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് സിംഗുലർ സൊല്യൂഷൻ ആണെന്ന് പറയാം. y identically 0 എന്ന് പറയുന്നത് നിങ്ങളുടെ ജനറൽ സൊല്യൂഷനകത്ത് വരുന്നതേ ഇല്ല എങ്കിൽ, നമ്മുടെ ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y = c × e⁻x എന്നായിരുന്നു അല്ലേ ഈ ഒരു ഇതിൽ വന്നത്. അപ്പോൾ അതിനകത്ത് ഒരിക്കലും സിക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് 0. y identically 0 എന്ന് പറഞ്ഞ് വരുന്നില്ല എങ്കിൽ, ഇതിനെ ഐഡൻറ്റിക്കലി 0 എന്നാണ് ഈ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 വര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഐഡൻറ്റിക്കലി എന്നാണ്. y ഐഡൻറ്റിക്കലി 0 ആവുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? അതാണ് ആ സൊല്യൂഷനാണ് സിംഗുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. എന്താണ് എങ്ങനെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക. ആ മെത്തേഡാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. നിങ്ങൾക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്താൽ മതി? y' പകരം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ y' പകരം dy/dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണ് വൈയുടെ ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക, എക്സിൻ്റെ ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇൻറ്റഗ്രേറ്റിംഗ് സിമ്പിൾ കാൽക്കുലേഷൻസ് ചെയ്ത് വൈയുടെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞത്. അത് നെക്സ്റ്റ് മെത്തേഡ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇത് ലീനിയർ കേസുണ്ട്, നോൺ ലീനിയർ കേസുണ്ട്. അപ്പോൾ നമ്മൾ ലീനിയർ കേസിലുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഫോർ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറിൽ ലീനിയർ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് വേരിയബിൾ സെപ്പറബിൾ ഫോം, സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അതായത് എന്താണ്? ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫോർ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് ഫോമിലുള്ളതാണെന്ന്. y' + p of x y = r of x. അതായത് നമ്മൾ q of x എന്നാണ് ഇതുവരെ പഠിച്ചത്. ഇത് ഞാനൊരു r of x എന്ന് കൊടുത്തതേ ഉള്ളൂ. പിയും ആറും എന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ, നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും എന്താവത്തില്ല? 0 ആവുന്നില്ല. അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? e⁻∫ p of x dx ആയിരിക്കും. അതായത് ഈ
അതിൻ്റെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫസ്റ്റ് സ്റ്റെപ്പും കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വില അറിയാലോ, അതായി കിടക്കുന്നത് വൈയുടെ ഇപ്പുറത്ത് കിടക്കുന്ന വില ഇൻറ്റു ഡി എക്സ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിലുള്ള ഫംഗ്ഷനാണെന്ന് നമുക്കറിയാമല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് നിങ്ങളുടെ ഇക്വേഷന് ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്താണ് ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ എക്സ് എന്നായിരുന്നു. ഇതിന് ഇപ്പോൾ കിട്ടിയ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ത്രൂ ഔട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഈ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനെ ഇ റേസ് ടു പി ഓഫ് എക്സ് ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇ റേസ് ടു പി ഓഫ് എക്സ് ഡി എക്സ് ഇൻറ്റു വൈ ഡാഷ് ഈ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്തതാണ്. പ്ലസ് അടുത്ത ഇ റേസ് ടു പി ഓഫ് എക്സ് ഡി എക്സ് ഇൻറ്റു ബാക്കി എന്ത് വന്നു പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിലും ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ഇൻറ്റു ആർ എക്സ് എന്ന് വരും. ഇനി ഈ ലെഫ്റ്റ് സൈഡ് നിങ്ങളൊന്ന് ശരിക്കും നോക്കി. ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും ഒരു എക്സ്പാൻഷനായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ പ്രോഡക്റ്റ് റൂൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രോഡക്റ്റ് റൂൾ നോക്കി, ഈ ഒരു ഫംഗ്ഷൻ നോക്കിയാൽ ഡി വൈ ഡി എക്സ് ഓഫ് വൈ ഇൻറ്റു ഇ റേസ് ടു പി. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കി. വൈ ഇൻറ്റു ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യും യൂസിങ് പ്രോഡക്റ്റ് റൂൾ. ഇത് വൈ എന്ന് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ, ഇ റേസ് ടു പി ഓഫ് എക്സ് ഡി എക്സ് ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷനാണ് ഇത് വൈ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഏത് വാല്യൂ ഉണ്ട്? ഇ റേസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെ അല്ലേ? ഇ റേസ് ടു എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെ. അപ്പോൾ ഇ റേസ് ടു ഇൻറ്റഗ്രൽ ഇവിടെ പി ഓഫ് എക്സ് ഡി എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്തായിരിക്കും വരുന്നത്? ഇ റേസ് ടു പി ഓഫ് എക്സ് എന്ന് തന്നെ വരും. പിന്നെ എന്തും കൂടെ വരും? ഇൻറ്റു ആ മേളിലുള്ള ഫംഗ്ഷൻ്റെയും കൂടെ വരും. സോറി, ഡിവൈഡഡ് ബൈ അല്ല ഇൻറ്റു ഡിഫറൻഷ്യൽ കഴിയും. അപ്പോൾ പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്നും കൂടെ വരും. മനസ്സിലായ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ്. ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്, മേളിലുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവും കൂടെ വരുമ്പോൾ പി ഓഫ് എക്സ് എന്ന് വരും. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്തുവാ? ഇ റേസ് ടു പി ഓഫ് എക്സ് ഡി എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വൈൻ്റെ ഡെറിവേറ്റീവ്. ഇതാണ് വന്നത്. ഈക്വൽ ടു റൈറ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതിയേക്കാം. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഫംഗ്ഷൻ്റെ എന്താണ്? എക്സ്പാൻഷനാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് ഈ സാധനം ഒന്ന് എഴുതാൻ പറ്റും. വൈ ഇൻറ്റു ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ബാക്കി റൈറ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതി. ഇനി രണ്ട് സൈഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്? രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ ഇവിടെ തൊട്ട് മുകളിൽ നമുക്ക് കിട്ടിയത് ഇതിനെ കാണിക്കാം. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻറ്റഗ്രലും ഡിഫറൻഷ്യലൂടെ ക്യാൻസലായി പോയി ബാക്കി ആരാണ്ട് വൈ ഇൻറ്റു ഇ റേസ് ടു പി ഓഫ് എക്സ് ഡി എക്സ്. ബാക്കി റൈറ്റ് സൈഡിൽ ആരാണ് ഉള്ളത്? അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയ ഇൻറ്റഗ്രൽ ഓഫ് ആർ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. ഈ ആർ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു പി ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് സിയും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു കോൺസ്റ്റൻ്റ് കൂടെ എഴുതിയിരിക്കുന്നു. ഇനി നോക്കി, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് വൈ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ദസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഇത് പ്ലസ് സി എന്ന് കിട്ടി. അപ്പോൾ ഇ റേസ് ടു പി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായിരുന്നു എടുത്തത്? ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു അല്ലേ? നമ്മൾ ഇതിൻ്റെ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ആ വൈ ഇൻറ്റു ഇതിന് പകരം എന്ത് കൊടുക്കുക? ഐ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ്. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? ഐ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ വൈ ഇൻറ്റു ഇൻറ്റഗ്രൽ ഫാക്ടർ ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഇൻറ്റഗ്രൽ ആർ ഓഫ് എഫ് ഇൻറ്റു വീണ്ടും ഇവിടെയും വരുന്നുണ്ട്. ഇതിന് പകരം എന്തെടുക്കുക? ഐ എഫ് ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ പ്ലസ് സി. അതായത് ഇ റേസ് ടു ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ഉള്ളിടത്തെല്ലാം എന്ത് കൊടുക്കുക? ഐ എഫ് ഇൻറ്റഗ്രേറ്റീവ് ഫാക്ടർ. അപ്പോൾ നിങ്ങളുടെ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ
സൊല്യൂഷൻ ലീനിയർ കേസിലുള്ള നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതെന്താണ് ലീനിയർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഓർഡർ ഡിഗ്രി 1 ആണെന്ന്. അപ്പോൾ അതെന്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ r(x) ഇൻറ്റു IF ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ പ്ലസ് c. ഇതാണ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ അത്യാവശ്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ, ഈ ബോക്സിലിട്ടിരിക്കുക. ഇനി ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y' പ്ലസ് p(x)(y) എന്നാണെന്ന് അറിയാം. അപ്പോൾ രണ്ട് സൈഡിലും എന്താണ് ഇവിടുത്തെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒരു ഇൻറ്റഗ്രൽ p(x) dx കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ തൊട്ട് മുകളിലത്തെ പോലെ തന്നെ കിട്ടും. റൈറ്റ് സൈഡ് എന്താവുന്നതേ ഉള്ളൂ, 0 പോലെ തന്നെ വരുന്നു. തൊട്ട് മുകളിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഈ എക്സ്പാൻഷന് പകരം എന്തോ ഇട്ട് കൊടുക്കാം, d/dx ഓഫ് y ഇൻറ്റു ഇൻറ്റഗ്രൽ p(x) dx. റൈറ്റ് സൈഡ് എന്ത് വരുന്നത്, ഈക്വൽ ടു 0. അതുപോലെ തന്നെ എഴുതി. ത്രൂ ഔട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രലെല്ലാം പോയി ബാക്കി ആരുണ്ട്, y ഇൻറ്റു p(x) dx ഈക്വൽ ടു 0നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ c. ഇനി നോക്കി y ഇൻറ്റു നമുക്ക് y ഈക്വൽ ടു എന്നുള്ളത് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ y ഈക്വൽ ടു എന്താക്കും, c ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് ഇത്രയും കൂടെ അങ്ങ് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോഴത്തേക്ക് എന്ത് വരും, ഇൻറ്റഗ്രൽ p(x) dx എന്ന് വരും. അപ്പോൾ y c ഇൻറ്റു p(x) dx ഇൻറ്റഗ്രൽ p(x) dx എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. സൊല്യൂഷൻ ഒറ്റ അടിക്ക് കിട്ടും. നമുക്ക് ഇക്വേഷൻ അറിയാം, ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ ഇക്വേഷൻ ഹോമോജീനിയസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്തോട്ട് നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഇവിടെ തൊട്ട് മുകളിലത്തേത് നോൺ ഹോമോജീനിയസിൽ നമ്മൾ അങ്ങനെ ചെയ്യാനതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് y ഈക്വൽ ടു എന്ന് എഴുതാനതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് വലുതായി മാറും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് സിംപ്ലർ കാൽക്കുലേഷന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. y ഈക്വൽ ടു എന്നാണ് ആക്ച്വലി നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നോൺ ഹോമോജീനിയസ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത് പോകേണ്ട, നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉപയോഗിച്ച് ഇത് ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി. ഇനി ഹോമോജീനിയസ് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y c ഇൻറ്റു ഇൻറ്റഗ്രൽ p(x) dx. ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് എപ്പോഴും ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ തിയറികളെല്ലാം പഠിക്കുന്നു എന്നുള്ളത് ആവശ്യമുള്ളത് മാത്രം നോക്കുക, ബാക്കിയുള്ളത് നമുക്ക് അല്ലാണ്ട് നമുക്ക് പ്രോബ്ലം കൂടുതൽ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഇക്വേഷൻ ക്വസ്റ്റ്യൻ നോക്കി, y' പ്ലസ് y ഈക്വൽ ടു 1. ഇത് എന്താണ്, ഇതിൻ്റെ ഓർഡർ എത്രയാണ്, ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ് അല്ലേ. ഈ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ഇത് ലീനിയർ ആണോ, ആണ്. കാരണം എന്താണ്, ഇതിൻ്റെ വൈയും അതിൻ്റെ പവേഴ്സിലും എന്താണ് ലീനിയാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഹോമോജീനിയസ് ആണോ എന്ന് ചോദിച്ചാൽ എന്താ, r(x) അഥവാ q(x) ഈക്വൽ സൈൻ അപ്പുറം ഉള്ളത് എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇതെന്താണ് ലീനിയറും ആണ്, നോൺ ഹോമോജീനിയസും ആണ്. ഇതിൻ്റെ ഓർഡർ എത്രയാണ്, 1 ആണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ p(x) എടുത്തെഴുതാം. p(x) എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലാണ് കിടക്കുന്നത്, y' പ്ലസ് p(x) y ഈക്വൽ ടു q(x) എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ p(x) എന്ന് പറയുന്നത് ആരായിരിക്കും വരുന്നത്, വൈയുടെ ഇപ്പുറത്തുള്ളത്. അത് ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്തായിരിക്കും 1 എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ p(x) എന്ന് പറഞ്ഞാൽ എന്തായെടുത്തു, 1. അത് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് ആണ് അല്ലേ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. നമ്മുടെ ഫംഗ്ഷൻ p(x) എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ y ഈക്വൽ ടു നമ്മുടെ നോൺ ഹോമോജീനിയസ് ആണ് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് r(x) ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ പ്ലസ് ചെയ്യുന്ന. അപ്പോൾ y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ എഴുതി, y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മുടെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്, ഇൻറ്റഗ്രൽ p(x) dx ആണ് അല്ലേ. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റഗ്രൽ p(x) dx. ഇതാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ. p(x) എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ 1 dx ഈക്വൽ ടു ബാക്കി എന്താണ്, ഈക്വൽ ടു ഇൻറ്റഗ്രൽ r(x) എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് ആരായിരുന്നു, നമ്മുടെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ആരായിരുന്നു,
1 ആയിരുന്നു. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു എന്താണ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അതുപോലെ തന്നെ ഇടുക. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? സാധാരണ ഇൻ്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. y = e⁻x. e⁻1dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് 1dx എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഈ y × e⁻x, ബാക്കി ലെഫ്റ്റ് സൈഡിൽ എന്താ വരുന്നത്? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 × e⁻x എന്ന്. അപ്പോൾ അതായത് e⁻x × dx എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ y × e⁻x എന്തോന്ന് കിട്ടി? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ വരും, പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് സി എന്ന് വരും. നമുക്ക് y എന്നല്ല നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ എന്താ, ത്രൂ ഔട്ട് ഒരു e⁻x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ e⁻x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായി പോവും? ഇവിടെ ക്യാൻസലായി പോവും. പിന്നെ ഇവിടെ ആരുണ്ട്? ബാക്കി y. റൈറ്റ് സൈഡിൽ ആരൊക്കെയുണ്ട്? ഓരോന്നിനെ e⁻x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ e⁻x ഇവിടെ 1 പ്ലസ് c × c ബൈ e⁻x എന്നാണ് ലാസ്റ്റ് ടേം വരുന്നത്. അതെന്തോ ആയി മാറും? c × e⁻x എന്നാണ് വരുന്നത്. അപ്പോൾ y = 1 പ്ലസ് c e⁻x എന്ന് വരും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇത് ഒരു നോൺ ഹോമോജീനിയസ് ഈക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്. വേറൊരെണ്ണം കൂടെ നോക്കാം നമുക്ക്. y' + sin y = 0 എന്നുള്ളത്. അതൊരു എന്താണ്? ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ലീനിയർ ആണോ? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഹോമോജീനിയസ് ആണോ? നോൺ ഹോമോജീനിയസ് ആണോ? ഹോമോജീനിയസ്. കാരണം അതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് വരുന്നത്. ഇനി p(x) എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ sin x ആണ് അല്ലേ? p(x) എന്ന് പറയുന്നത് വൈയുടെ തൊട്ടിപ്പുറത്തുള്ള കോഎഫിഷ്യൻ. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ്റെ നമുക്കറിയാം എന്താണ്? y = c × e⁻ p(x) dx ആണോ നമുക്കറിയാം. അപ്പം നമുക്ക് c × e⁻ p(x) എന്ന് പറഞ്ഞാൽ എന്താ? sin x dx. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് sin x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -cos x. ആ മൈനസോട് ചേർന്ന് ഇവിടെ എന്ത് വരും? പ്ലസ്. അപ്പോൾ y = c e⁻cos x ആണ് എന്തെന്ന് പറയുന്നത്? നിങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോജീനിയസ് ആണെങ്കിലും നോൺ ഹോമോജീനിയസ് ആണെങ്കിലും എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. സൊല്യൂഷൻ ആക്ച്വലി നമ്മളൊക്കെ അറിയാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്തായാലും ഒരു കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻ. അത് കണ്ടിന്യൂസും ആയിരിക്കും. അത് നമുക്ക് അതുപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 തരം സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ കോൺസ്റ്റൻസ് ഇൻവോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ ആണെങ്കിൽ അത് ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ട് കിട്ടുന്ന സൊല്യൂഷൻ ആണെങ്കിൽ അത് പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത് ലീനിയർ ഫസ്റ്റ് ഓർഡറിൻ്റെ മാത്രമായിട്ട് 2 മെത്തേഡിൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക, കമൻറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ, താങ്ക് യു.